ഹണി റോസിന് എതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്നും. അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് നൽകുന്നതിന് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, ഹണി റോസിനെതിരായ പരാമർശത്തിൽ ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്താണ്? പോലീസ് ഈ രീതിയിൽ ഒരു നിലപാടിലേക്ക് പോകാൻ കാരണം? വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രജിൻ, ഈ പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് അറസ്റ്റ് ഭയന്ന അല്ലെങ്കിൽ കസ്റ്റഡി ഭയന്ന രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി ആ കേസ് മെൻഷൻ വരികയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. നിലവിൽ ഈ അറസ്റ്റ് തടയാനാവില്ല എന്ന ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചു. അത് പ്രത്യേകിച്ച് പോലീസ് നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യം അപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് പരിഗണിക്കുകയോ നൽകുകയൊക്കെ ചെയ്യുക. നിലവിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്താണ് പോലീസിന്റെ നിലപാടെന്നുള്ളത്. പോലീസ് റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അതിനുശേഷമായിരിക്കും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടാകുക. പക്ഷേ പോലീസ് ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തി വരികയാണ്. ഡിജിറ്റൽ തെളിവടക്കം പരിശോധിക്കുകയാണ്. അതെല്ലാം അടങ്ങിയ ഒരു റിപ്പോർട്ടായിരിക്കും പോലീസ് കോടതിയിൽ സമർപ്പിക്കുക. ഒരുപക്ഷെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. അതായത് അതിനു മുൻപ് പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ അതിനൊരു നിയമപരിരക്ഷ രാഹുലിന് കിട്ടില്ല എന്നുള്ളതാണ് ഈ നിലവിലെ കോടതി നിലപാട് നമുക്ക് സൂചിപ്പിക്കാനാകുക. രാഹുൽ ഈശ്വറിന് ഒരല്പം പ്രതിസന്ധിയുണ്ട് ഈ വിഷയത്തിൽ. ശരി വിഷ്ണു, എന്തായാലും ജാമ്യാപേക്ഷ തള്ളിയില്ല, മുൻകൂർ ജാമ്യം തള്ളില്ല. പക്ഷേ കോടതി നിലപാട് വ്യക്തമാക്കുന്നു. അറസ്റ്റ് തടയാൻ കഴിയില്ല, പോലീസ് എന്ത് പറയുന്നു എന്ന് അറിയേണ്ടതുണ്ട് എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നു. അങ്ങനെ പോലീസിനോട് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.